കാർഷിക വാർത്തകൾ. മഹാരാഷ്ട്രയിൽ മഴ ചതിച്ചു. മുന്തിരി ഉൽപ്പാദനം കുറയുന്നു. ഇത് കയറ്റുമതി വിപണിയെ ബാധിച്ചേക്കും. മുന്തിരിയുടെ പ്രധാന കേന്ദ്രം മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. സമീപമാസങ്ങളിൽ ഈ പ്രദേശത്ത് നീണ്ടുനിന്ന മഴ ഉൽപ്പാദനത്തിൽ 40% വരെ ഇടിവുണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഏക്കറിന് 10 മുതൽ 12 ടൺ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. തുടർച്ചയായ ഈർപ്പം ഫംഗസ് ബാധയ്ക്കും കായ്കളുടെ മുരടിപ്പിനും കാരണമാകുമെന്നതിനാൽ നാസിക്കിലെ മുന്തിരിയുടെ ഗുണനിലവാരത്തെയും കയറ്റുമതി സാധ്യതയെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കാർഷിക വിദഗ്ധർ. വള്ളിചീയലും കായ പൊഴിഞ്ഞുപോക്കും രൂക്ഷമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന വിളവെടുപ്പ് സീസൺ അനിശ്ചിതത്വത്തിലായതിനാൽ ആഭ്യന്തര വിതരണത്തിലും കയറ്റുമതിയിലും വലിയ ആഘാതമുണ്ടാകുമെന്നാണ് കരുതുന്നത്. കാർഷിക ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, മിസോറാം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന മുന്തിരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. 2023-24 കാലയളവിൽ മൊത്തം മുന്തിരി ഉൽപ്പാദനത്തിന്റെ 67%-ലധികവും മഹാരാഷ്ട്രയിൽ നിന്നാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിൽ ഇന്ത്യ ആഗോള ആക്സിലറേറ്റ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. പ്രാദേശിക കർഷകരെയും ആഗോള വിപണിയെയും ബന്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മികച്ച കർഷകരെ അന്താരാഷ്ട്ര വിപണികളുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്നതിനും ആഗോള സ്റ്റാർട്ടപ്പുകൾ, ഇൻക്യുബേറ്ററുകൾ, നിക്ഷേപകർ എന്നിവരുടെ ഒരു ശൃംഖലയുമായി ഇടപഴകുന്നതിനുമാണ് ഈ പുതിയ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോള കാർഷിക നവീകരണ ശൃംഖലയിലെ ഒരു നിർണായക നോഡായി ഇന്ത്യയെ സ്ഥാനപ്പെടുത്തുന്ന ഒരു ക്രോസ് ബോർഡർ അഗ്രി പ്ലാറ്റ്ഫോമായാണ് ഗ്ലോബൽ ആക്സലറേറ്റ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത്. 2020 മുതൽ $2.5 ബില്യൺ ധനസഹായമാണ് കാർഷിക സാങ്കേതിക മേഖലയിൽ ഇന്ത്യ ആകർഷിച്ചത്. ഇത് രാജ്യത്തെ ആഗോള കാർഷിക നവീകരണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിയിരിക്കുകയാണ്. പുനരുൽപാദന കൃഷിയിൽ ശാസ്ത്രാധിഷ്ഠിത പരിഹാരങ്ങൾക്കായി വിപണി പാതകൾ സൃഷ്ടിക്കാനും പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി US, ബ്രസീൽ, UK, നെതർലാൻഡ്സ്, ഇസ്രായേൽ, അർജന്റീന, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇൻക്യുബേറ്ററുകൾ, നിക്ഷേപകർ എന്നിവരെ ബന്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക സർവകലാശാല ഡ്രോൺ പൈലറ്റ് പരിശീലന കേന്ദ്രത്തിന് ലൈസൻസ് ലഭിച്ചു. ഇതോടെ കാർഷിക ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനാകുമെന്ന് സർവകലാശാല. കാർഷിക സർവകലാശാലയിലെ ഡ്രോൺ പൈലറ്റ് പരിശീലന കേന്ദ്രത്തിന് റിമോട്ട് പൈലറ്റ് ട്രെയിനിംഗ് ഓർഗനൈസേഷൻ ലൈസൻസ് ലഭിച്ചു. ഇതോടെ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ നൈപുണ്യമുള്ള കൂടുതൽ വിദഗ്ധ തൊഴിലാളികളെ സജ്ജമാക്കാനാകും. കൂടാതെ കാർഷിക ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും അവസരമൊരുങ്ങും. നബാർഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വളം പ്രയോഗിക്കാനും കീടനാശിനി തളിക്കാനുമെല്ലാം ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താം. ഡ്രോണുകളുടെ പ്രവർത്തനത്തിനും അറ്റകുറ്റപ്പണികളിലും നിരവധി പ്രായോഗിക പരിശീലന പരിപാടികൾ കേരള കാർഷിക സർവകലാശാല മുൻപ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് ലൈസൻസോടുകൂടിയ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അനുമതി ലഭിക്കുന്നത്. കാർഷിക ഡ്രോണുകൾക്ക് പുറമെ നിരീക്ഷണത്തിനും വിള ഇൻഷുറൻസിനുമുള്ള മിനി ഡ്രോണുകളുടെയും പരിശീലനത്തിനുള്ള അനുമതി ലഭ്യമായിട്ടുണ്ടെന്നും സാങ്കേതിക മികവുള്ള ഒരു കൂട്ടം യുവ സംരംഭകർക്ക് സഹായകരമാകുമെന്നും കാർഷിക സർവകലാശാല വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 186, RSS 5 182, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,700, കുരുമുളക് അൺഗാർബിൾ 68,700, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 36,400, കൊപ്ര 22,700, ചുക്ക് 24,000.